ലിസ്റ്റിൽ വെച്ച ഒരു ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്, ഐശ്വര്യമുള്ള കുട്ടിയും. ഇന്ന് നമ്മുടെ ടോപ്പിക് ഇതാണ്, ഐശ്വര്യമുള്ള കുട്ടികൾ, ഐശ്വര്യമുള്ള പയ്യന്മാരും ഇന്ന് നമ്മുടെ. ശരിയാണ്. നമ്മൾ അങ്ങനെ കടത്തിൽ നിന്നും കടത്തിലേക്ക് പോകാനുള്ള വേറൊരു വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതായത് നമ്മൾ എത്ര സമാധാനത്തോടെ ഇരുന്നാലും EMI ഉള്ള ഒരാൾക്ക് ഒരിക്കലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ കാണാറുണ്ടല്ലോ. ഇതുവരെ ഒരു EMI എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് കടം വാങ്ങുന്നത് ഇഷ്ടമാണ്. കടം വാങ്ങിയിട്ട് തിരിച്ചടയ്ക്കുന്നത്, അതാണ് ഞാൻ മോട്ടിവേറ്റഡ് ആവുന്നത്. പണിക്ക് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ക്യാഷ് വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പണിക്ക് പോകണം എന്നുള്ളൊരു ഇതാണ് എന്റെ. ഇവിടെ മറ്റേ സാധനം ഇടാം, അച്ചീവ്മെന്റിന്റെ സൗണ്ട്, ക്രൗഡ് വോയിസ് ഒക്കെ ഇടും. അത് ഞാനും പാലാളിട്ടൊരു ചേച്ചി ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കണോ? അല്ല, അവിടുന്ന് അല്ല, ഫ്രിഡ്ജിന്റെ ഉള്ളിൽ. ഫ്രിഡ്ജിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഫ്രെയിം ഫ്രിഡ്ജാണ്, ഫ്രിഡ്ജിന്റെ ഇടയിൽ നിന്ന് വരുന്ന സുന്ദരി. ഓക്കെ 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 അല്ലേ? ആ സൈഡിൽ നിന്ന് വാ. എനിക്ക് ഫ്രിഡ്ജിന് എന്നെ കളിയായിട്ടുണ്ട്. അങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ ഫ്രിഡ്ജൊക്കെ ഞാൻ വാങ്ങത്തില്ല. കാരണം ഞാൻ ഇതിന്റെ മണ്ടയിൽ സ്റ്റൂളിട്ട് കയറി എടുക്കണം. ഇത്രയും വലിയ ഫ്രിഡ്ജൊക്കെ ഒന്നോർത്ത് നമ്മുടെ കറക്റ്റ് ഹൈറ്റിലുള്ള ഫ്രിഡ്ജ് കണ്ടുപിടിക്കാം ഇവിടെ. കമോ. ഓക്കെ, നമ്മുടെ ഹൈറ്റ് ഉള്ള ഫ്രിഡ്ജ് നിനക്ക് ഇതിടാ. അതിന്റെ ഹൈറ്റുള്ള ഫ്രിഡ്ജ് ഞാൻ കണ്ടുപിടിച്ചോളാം. അതന്നെ ഇത് കിട്ടി. ഹയറിന്റെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. കറക്റ്റാ? അല്ല ഇല്ല, അവിടത്തെ ഭയങ്കര വേണോ? കറക്റ്റ് തല എന്ന് പറയുമ്പോ തല, അതെ, അവിടെ ഇറങ്ങണം തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതെന്റെ ഹൈറ്റാ. എടാ, നമ്മളിപ്പോ സെയിം ഹൈറ്റ് ആയില്ലേ? ഇന്ന് രാവിലെ വരെ ഞാനല്ലായിരുന്നു ഹൈറ്റ്. വീഡിയോയില് ഞാനാണോ ഹൈറ്റ് ഉള്ളതോ? പിടിച്ചേക്കണോണ്ടാ. എടാ, വീഡിയോയില് നമ്മൾ സെയിം ആയി പോയില്ലോ. കുറച്ചേരം അവിടെ ഇരിക്കട്ടെ. അങ്ങനെ അത് കണ്ടിട്ടില്ലേ? അതാണോ ആ സാധനമാണോ? നമ്മുടെ അസിസ്റ്റന്റ് പയ്യനുണ്ട്. അപ്പൊ അവൻ നമ്മള് അടിച്ചോടിക്കും ഫ്രണ്ടില്. അപ്പൊ നമ്മൾ അവനെ പറഞ്ഞിട്ട് നമ്മൾ EMI കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അത് കിട്ടുവാണെങ്കിൽ നമ്മൾ ഇപ്പത്തെ തന്നെ മേടിക്കും. എനിക്ക് കടമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം എനിക്ക് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. കടം വാങ്ങുന്നു, അത് അടയ്ക്കുന്നു, അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. പണിയെടുക്കാണ്ട് തെരപ്പറ നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ തിരിയേണ്ടി വരും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ അസിസ്റ്റന്റ്. നിങ്ങൾക്ക് കാണാം, ഒന്ന് മറിക്കാൻ തല മറ്റേ ഇതുണ്ട്. ഈ പയ്യനാണ് ആ പയ്യനാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്ന ചെറുക്കനാണ്. നമ്മൾ ഭയങ്കര ഹെൽപ്ഫുൾ. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ സഹായിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ഇല്ല, നമ്മളെ സഹായിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഹൈറ്റിന് പറ്റിയ ഒരു ഫ്രിഡ്ജ് ഞാൻ കണ്ടുപിടിച്ചത്. എക്സാക്ട്ലി അല്ലേ? എൻ്റെ ഹൈറ്റിന് പറ്റിയ ഒരു ഫ്രിഡ്ജ്. കറക്റ്റാ. ആ വീഡിയോയിൽ ആക്ച്വലി ശരിയാടാ, നിന്റെ ഹൈറ്റ്. അപ്പം ഇത് എനിക്കും സെയിം ആയിരിക്കും. അത്ര സെയിം ഏതാണ്? ഇതെൻ്റെ ഹൈറ്റിന് പറ്റിയതല്ലേ? സോ ഇതൊക്കെ വലിയ വലിയ കാശുകാരുടെ അവരുടെ വയറ്റിൽ വാങ്ങിക്കുന്നാണ് നമ്മൾ വിചാരിക്കും. നമുക്ക് ഈ പണി പറ്റില്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കണേട്ടാ. ഫോട്ടോ എടുക്കാൻ ഞങ്ങളിങ്ങനെ അല്ല, അത് വേറെ എടുക്കാം. ഞങ്ങളിങ്ങനെ റിലയൻസ് മാർട്ടിൽ കൂടെ നടന്നപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ടും കാണാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാം അവിടെ ഒരു ചേട്ടൻ നോക്കി ചിരിച്ചു, അതൊന്ന് തിരിഞ്ഞിറന്ന്. ടിവിയുടെ സെക്ഷനെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എല്ലാ ടി വി